SPCL ബോണ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SSLC കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ വീഡിയോയോടുകൂടി തീരുകയാണ്. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇതിനു മുൻപത്തെ ക്ലാസ്സുകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്നാണ് വിശ്വസിക്കുന്നത്. നാം എത്തി നിൽക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ഭാഗത്തായിരുന്നു. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് outermost shell electronic configuration of transition elements are generally the same in a group and also along a period. അതായത് പീരീഡിലും ഗ്രൂപ്പിലും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഗുണങ്ങളിൽ സാദൃശ്യം കാണുന്നുണ്ട് എന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്ട് ഒരേപോലെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിൽ മാത്രമല്ല പീരീഡുകളിലും ചിലപ്പോൾ ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ എന്ന ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം വാലൻസിയെക്കുറിച്ചും ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചും വ്യക്തമായി നാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സംയോജകത, വാലൻസി സംയോജകത എന്നറിയപ്പെടുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണാവസ്ഥ എന്നറിയപ്പെടുന്നു. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ഓർ ഷെയർഡ് ബൈ ആറ്റംസ് ഡ്യൂറിങ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. ഇതാണ് വാലൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വാലൻസിയിൽ വി വിൽ നോട്ട് മെൻഷൻ ദ സൈൻ, ബട്ട് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വി ആർ മെൻഷനിങ് ദ സൈൻ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എങ്ങനെയാണ് പോസിറ്റീവ് സൈൻ കിട്ടുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ. ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എങ്ങനെയാണ് നെഗറ്റീവ് സൈൻ വരുന്നത്? ഇലക്ട്രോൺ കിട്ടുമ്പോൾ. ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. Na+, സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ പോയി. Cl-, ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് യു. Look at the names and chemical formula of two different chlorides of iron. Number 1, ferrous chloride, that is FeCl2. Number 2, ferric chloride, that is FeCl3. രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെറിയ ടേബിൾ നോക്കാം. ആ ടേബിളിൽ കോമ്പൗണ്ടിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്, FeCl2 ആൻഡ് FeCl3. ടേബിളിലെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ കണ്ടുപിടിക്കാനാണ്. നമുക്കത് കണ്ടാൽ അറിയാം. നമുക്കറിയാം ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജനറലി -1 ആണ്. NaCl, NaCl Na+ഉം Cl-ഉം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതൊക്കെ വന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അയോണിക് ബോണ്ട് ഫോർമേഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ ക്ലോറിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ക്ലോറൈഡ് അയോണിൻ്റെ സിമ്പല് Cl-1 എന്നാണ്, ഓർ Cl- എന്നാണ്. അപ്പോൾ ഇവിടെ ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. എങ്കിൽ FeCl2വിൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? നമുക്കറിയാം, ഒരു മോളിക്യൂളിൻ്റെ, ഒരു കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ടോട്ടൽ ഓക്സീകരണാവസ്ഥ 0 0 ഇവിടെ എങ്ങനെയാണ് 0 കിട്ടുക? Cl2 എന്ന് പറയുമ്പോൾ 2 Cl ഉണ്ട് അല്ലേ? ഒരു Clൻ്റെ എത്രയാണ്? -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ 2 Clൻ്റെയും കൂടിയിട്ട് -2 വരും. -2 ക്യാൻസൽ ചെയ്യാൻ Feക്ക് എത്ര വരണം? +2 വരണം. സോ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഈസ് +2. ദെൻ വാട്ട് വിൽ ബി ദ സിമ്പിൾ ഓഫ് Fe അയോൺ നൗ? Feയുടെ മേലെ ഒരു +2 ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു 2+ ഇട്ടാൽ പോരെ? 2+ എന്നോ +2 എന്നോ എങ്ങനെ വേണമെങ്കിൽ ഇടാം. സോ Fe2+ എന്ന് പറയുന്നത് ഇവിടുത്തെ അയോണാണ്, അയണിൻ്റെ അയോണാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് FeCl3 നോക്കാം. FeCl3യിൽ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. ഒരു ക്ലോറൈഡ് അയോണിൻ്റെ ചാർജ് എത്രയാണ്? -1 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോറൈഡ് ഉണ്ട് ഇവിടെ? 3 ഉണ്ട്. സോ 3 × -1 -3 ക്യാൻസൽ ചെയ്യാൻ Feക്ക് എത്ര വേണം? +3 വേണം. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഇവിടെ എത്രയാണ്? +3 ആണ്. എങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്തായിരിക്കും? Fe3+, അല്ലെങ്കിൽ Fe+3. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കാം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല്, അതായത് ഒന്നുകിൽ 4s അല്ലെങ്കിൽ 5s അല്ലെങ്കിൽ 6s അല്ലേ? 3 ട്രാൻസിഷൻ സീരീസാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ 4sലെയോ 5sലെയോ 6sലെയോ ഇലക്ട്രോൺസ് പോകുന്നതോടൊപ്പം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നതോടൊപ്പം പെനൾട്ടിമേറ്റ് സബ്ഷെല്ലായ ഡിയിലെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം തന്നെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ബ്ലോക്കുകളിലേതിൽ നിന്ന് വ്യത്യസ്തമായി ഡി ബ്ലോക്ക് എലമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ബ്ലോക്കുകളിലൊക്കെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എസ്സിലാണെങ്കിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ S ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോവുക. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ
ഫില്ല് ചെയ്യുന്നത് ഡിയിലേക്കാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡിയിലേക്കാണ്. പക്ഷേ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം പോകുന്നത് 4s നിന്നാണ്. അത് ഓർമ്മ വേണം. അതേ തുടർന്ന് പിന്നെ 4s ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ഡി ഇലക്ട്രോൺ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. കെമിക്കൽ റിയാക്ഷന് സാധ്യത ഏതാണോ അത് നോക്കിയിട്ട് ഓരോ ഇലക്ട്രോൺ ഡിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അറ്റോമിക് നമ്പർ ഓഫ് അയൺ എത്രയാണ്? 26 ആണ്. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2. എങ്ങനെയായിരിക്കും Fe2+ ഫോം ചെയ്യുക? നമ്മൾ കണ്ടതാണ് അല്ലേ? 2 ഇലക്ട്രോൺസ് പുറത്തുനിന്ന് പോകും. അതായത് 4s സബ്ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയിട്ട്. അങ്ങനെയാണെങ്കിൽ Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമോ? സിമ്പിൾ അല്ലേ? 4s നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ? 1s2 2s2 2p6 3s2 3p6 3d6. ഓക്കെ, അതാണ് Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 4s 2 പോയി. ഓക്കെ, ഇനി FeCl3യിൽ 3 ഇലക്ട്രോൺസ് അല്ലേ അയണിൽ നിന്ന് പോയിട്ടുണ്ടാവുക? അങ്ങനെയല്ലേ Fe3+ ഫോം ചെയ്തത്? അതെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇലക്ട്രോൺ, ദ തേർഡ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ നിന്നാണ് പോയിട്ടുണ്ടായിരിക്കുക? വിച്ച് വിൽ ബി ദ സബ്ഷെൽ ഫ്രം വിച്ച് ദ അയൺ ലോസസ് ദ തേർഡ് ഇലക്ട്രോൺ? ഡിയിൽ നിന്നാണ്, 3Dയിൽ നിന്നാണ് അല്ലേ? 3Dയിൽ നിന്നാണ് മൂന്നാമത്തെ ഇലക്ട്രോൺ പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുമോ? എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 3d5. കിട്ടിയില്ലേ? അപ്പോൾ Fe3+ ഫോം ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ 4s നിന്നും 1 ഇലക്ട്രോൺ 3Dയിൽ നിന്നുമാണ് പോയിരിക്കുന്നത്. വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? ദർ ഈസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ the outermost S subshell and the penultimate D subshell of transition elements. അതായത് സംക്രമണ മൂലകങ്ങളിൽ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിൻ്റെയും പെനൾട്ടിമേറ്റ് അതിനുള്ളിലുള്ള ഡി സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ വരുന്ന വ്യത്യാസം വളരെ വളരെ കുറവാണ്. അതായത് ഇലക്ട്രോൺസിന് എസിൽ നിന്നും പോകാൻ കഴിയും, ഡിയിൽ നിന്നും പോകാൻ കഴിയും. ഉദാഹരണം, അയണിൻ്റെ കേസിൽ 4s നിന്ന് 2 ഇലക്ട്രോൺ പോയി, അതിനെ തുടർന്ന് 3Dയിൽ നിന്നാണ് അടുത്ത ഇലക്ട്രോൺ പോകുന്നത്. കണ്ടല്ലോ? അപ്പോൾ 4sഉം 3Dയും തമ്മിൽ വളരെ ചെറിയ എനർജി വ്യത്യാസമേ ഉള്ളൂ. ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലും പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ വളരെ കുറവാണ്, സ്മോൾ ആണ്. ശരി, ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. മാംഗനീസ് എടുക്കൂ. മാംഗനീസ് Mn. മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ 25 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമോ? 1s2 2s2 2p6 3s2 3p6 3d5 4s2 മാംഗനീസ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു 4 കോമ്പൗണ്ട്സ് തരാം. മാംഗനീസ് ക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, ദാറ്റ് ഈസ് MnCl2, MnO2, അടുത്തത് Mn2O3, നെക്സ്റ്റ് Mn2O7. അപ്പോൾ ഇതിൽ ഓരോന്നിലെയും മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. അതോടൊപ്പം തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് അയോൺ എഴുതണം. മാംഗനീസ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. MnCl2. MnCl2വിൽ നമുക്കറിയാം ക്ലോറൈഡിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ആണ്. എത്ര ക്ലോറൈഡ് ഉണ്ട് ഇവിടെ? 2 ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ആകെ മൈനസ് ചാർജ് എത്ര വരും? -2 വരും. -2 ക്യാൻസൽ ചെയ്യാൻ മാംഗനീസിന് എത്ര വേണം? +2 വേണം. അതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് MnCl2ൽ എത്രയായിരിക്കും? +2 ആയിരിക്കും. ഇനി അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ എങ്ങനെ വരും? നമുക്കറിയാം മാംഗനീസ് ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d5 4s2. അപ്പോൾ Mn2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ എവിടുന്ന് ആദ്യം പോവുക? Mn2+ ഫോം ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ എങ്ങനെയാണ് പോയത്? 4s നിന്നാണ് പോയത്. അപ്പോൾ 4s നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ പോരെ Mn2+ൻ്റെത്? എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5. വെരി ഗുഡ്. ഓക്കെ. ഇനി അടുത്തത് MnO2വിൽ നമുക്ക് ഓക്സൈഡ് അയോണാണ് ഉള്ളത്. ഓക്സൈഡ് അയോണിൻ്റെ ഒരു ഓക്സൈഡ് അയോണിൻ്റെ ചാർജ് എത്രയാണ്? -2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അങ്ങനത്തെ എത്ര ഓക്സൈഡ് അയോൺ ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട്. സോ -2 × 2 -4 -4. -4 ക്യാൻസൽ ചെയ്യാൻ മാംഗനീസിന് എത്ര വരണം? +4. ശരിയല്ലേ? അപ്പോൾ MnO2വിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് എത്ര വരും? +4 വരും. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ +4 ഫോം ചെയ്തപ്പോൾ +4 ഫോം ചെയ്തപ്പോൾ 2 ഇലക്ട്രോൺസ് 4s നിന്നാണ് പോയിട്ടുണ്ടാവുക, സംശയമില്ല. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസോ
3D നിന്നാണ് പോയിട്ടുണ്ടാവുക. അങ്ങനെയാണ് 4 ഇലക്ട്രോൺ പോയത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2 2p6, 3s2 3p6, 3d3. ശരിയല്ലേ? 3d5 ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആറ്റം ആകുമ്പോൾ 3d5 ആയിരുന്നു. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി. സോ 3d3. അടുത്തത് Mn2O3. ഒരു ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2. -2 × 3 -6. -6 ക്യാൻസൽ ചെയ്യാൻ മാംഗനീസിന് മൊത്തം എത്ര വരണം? രണ്ടിനും കൂടി +6 വരണം. 2 മാംഗനീസിനും കൂടി +6. അപ്പോൾ ഒരു മാംഗനീസിൻ്റെ എത്ര വരും? +3 വരും. ശരിയല്ലേ? +3 × 2 ആണ് എന്ത്? +6. ആകെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോളിക്യൂളിൻ്റെ എത്രയാണ്? 0 ആണ് അല്ലേ? ഒരു കോമ്പൗണ്ടിൻ്റെ സംയുക്തത്തിൻ്റെ ആകെ ഓക്സീകരണാവസ്ഥ 0 ആണ് വരേണ്ടത്. അത് ഓർത്തിരുന്നാൽ മതി. ശരി, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn എത്ര വന്നു? +3 വന്നു. +3 വന്നപ്പോൾ 2 ഇലക്ട്രോൺസ് 4sൽ നിന്നല്ലേ പോയിട്ടുണ്ടാവുക. മൂന്നാമത്തെ ഇലക്ട്രോൺ എവിടെ നിന്നാണ് പോയത്? Fe3+ പോലെ, ഫെറിക് അയോൺ പോലെ എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക? ഡിയിൽ നിന്നാണ്, 3Dയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ 3Dയിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ 3d5 എന്നാണ്, ഓർമ്മ വേണം. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ പോയാൽ 3d4 എന്നല്ലേ അവസാനിക്കുക. ശരി, അപ്പോൾ എങ്ങനെ വന്നു? 1s2 2s2 2p6, 3s2 3p6, 3d4. വെരി ഗുഡ്. ഓക്കെ, ലാസ്റ്റ് വൺ Mn2O7. ശരി, കൂട്ടുകാർക്ക് എഴുതാമോ? ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസിൻ്റെ സ്വന്തം കണ്ടുപിടിക്കാമോ? എങ്ങനെ വരും? ഓക്സൈഡിൻ്റെ ഒരെണ്ണത്തിൻ്റെത് -2, 7 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പം -2 × 7 -2 × 7 -14. -14 ക്യാൻസൽ ചെയ്യാൻ 2 മാംഗനീസിനും കൂടി +14 വരണം, +14 വരണം. 2 മാംഗനീസിനും കൂടി +14. അപ്പോൾ ഒരു മാംഗനീസിൻ്റെ എത്ര വരും? +7. ശരിയല്ലേ? അപ്പോൾ +7 ആണ് Mn2O7ൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +7 എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺ പോയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? +5 എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺ പോകും. +3 എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ പോകും. അപ്പോൾ ഇവിടെ +7 എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺ പോയി. അതിൽ 2 ഇലക്ട്രോൺ എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക? ഔട്ടർ മോസ്റ്റ് 4sൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. ഏറ്റവും പുറത്തുള്ള 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി. ബാക്കി 5 ഇലക്ട്രോൺ ഇല്ലേ? 5 എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക? 3Dയിൽ നിന്നാണ് പോയിട്ടുണ്ടാവുക. വെരി ഗുഡ്. ഓക്കെ, സോ 3Dയിൽ നിന്ന് 5 ഇലക്ട്രോൺ പോയാൽ 3Dയിൽ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ 3d0 എന്ന് വരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6, 3s2 3p6, 3d0. 3d0 എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 3d0 എന്ന് എഴുതുന്നത് എന്തിനാണ്? ഡിയിൽ ഉണ്ടായിരുന്നു ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1s2 2s2 2p6, 3s2 3p6 എന്ന് വരും. പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? അതൊരു നോബിൾ ഗ്യാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. When S and P block elements take part in chemical reactions, the electrons in the outermost shell are involved. വളരെ ക്ലിയർ ആണ് അല്ലേ? എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻസ് ആണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് അവിടെ പങ്കെടുക്കുക, ഇൻവോൾവ് ചെയ്യുക. പക്ഷേ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ, നേരത്തെ പറഞ്ഞതാണെന്നിരിക്കും ഒന്നുകൂടി, ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ് ഷെൽ ആൻഡ് ദ പെനൾട്ടിമേറ്റ് ഡി സബ് ഷെൽ ഈസ് വെരി സ്മോൾ. ബാഹ്യതമ എസ് സബ് ഷെല്ലിൻ്റെയും അതിനുള്ളിലുള്ള പെനൾട്ടിമേറ്റ് സബ്ഷെല്ലായ ഡി സബ്ഷെല്ലിൻ്റെയും എനർജി വ്യത്യാസം, ഊർജ്ജ വ്യത്യാസം വളരെ കുറവാണ്. അതുകൊണ്ട് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് the electrons in D subshell also take part in chemical reactions. So transition elements show variable oxidation states. Clear ആയോ? ഒന്നുകൂടി, ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ 2 ഇലക്ട്രോൺസിൻ്റെ ഒപ്പം തന്നെ പെനൾട്ടിമേറ്റ് സബ്ഷെല്ലായ ഡി സബ്ഷെല്ലിലെ ഓരോ ഇലക്ട്രോണായിട്ട് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും, വേരിയബിളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് മാറ്റമുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ദാറ്റ് മീൻസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്ന് മനസ്സിലായോ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ദേ ഹാവ് ഡി ഇലക്ട്രോൺസ്. അതാണ് പ്രധാന കാര്യം. ഡി ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. കാരണം ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോൺസിൻ്റെയും പെനൾട്ടിമേറ്റ് ഡി ഇലക്ട്രോൺസിൻ്റെയും എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് ഡി ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും ഡി ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് അവയ്ക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻസിന്, ആറ്റങ്ങൾക്ക് പെനൾട്ടിമേറ്റ് സബ്ഷെല്ലായിട്ട് ഡി സബ്ഷെൽ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവയ്ക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയില്ല.
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഹയർ സെക്കൻഡറിയിലൊക്കെ എത്തുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ഉണ്ട് ശരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ രസകരമായ ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. തുരിശ് കണ്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് കണ്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് എന്ന് നമ്മൾ പറയും പൊതുവിൽ. ശരിക്കും അത് കോപ്പർ സൾഫേറ്റ് പെൻഡഹൈഡ്രേറ്റ് ആണ്. 5 ജലതന്മാത്രകൾ വാട്ടർ മോളിക്യൂൾസ് ചേർന്ന് നിൽക്കുന്ന ഒരു മോളിക്യൂളാണ് ശരിക്കും CuSO4 കോപ്പർ സൾഫേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് CuSO4 5H2O എന്നാണ് പറയുക. എനിവേ, കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. അതുപോലെ ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി കണ്ടിട്ടില്ലേ? ഉണ്ട്. ലെഡ് സ്റ്റോറേജ് സെൽ എന്നാണ് പറയുക. ചിലപ്പോഴൊക്കെ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ക്ലിപ്പിലോ പുറത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ ഏതെങ്കിലും അയണിൻ്റെ ഏതെങ്കിലും കഷ്ണങ്ങളോട് ചേർന്നിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഇളം പച്ച നിറത്തിൽ ഇങ്ങനെ ഒരു പൊടി പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് ഫെറസ് സൾഫേറ്റാണ്. അപ്പോൾ ഫെറസ് സൾഫേറ്റിൻ്റെ കളറ് പച്ചയാണ്, ഇളം പച്ച കളറാണ്. അതുപോലെ വേറൊന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അണുനാശകമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാണാത്തവർ വളരെ കുറവാണ്. ചെറിയ ക്രിസ്റ്റൽ പോലെ തരിതരിയായിട്ട് കാണുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിൻ്റെ കളറ് വയലറ്റ് ആണ്. അതുപോലെ വേറൊരു കോമ്പൗണ്ട് ഉണ്ട്, ലാബിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് ഈസ് കൊബാൾട്ട് നൈട്രേറ്റ്. സൗകര്യം കിട്ടുകയാണെങ്കിൽ ലാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനത്തെ കെമിക്കൽസ് ധാരാളമുണ്ട്. കളേർഡ് കെമിക്കൽസ് ധാരാളമുണ്ട്. കളറുള്ള നിറങ്ങളുള്ള ധാരാളം കെമിക്കൽസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കണം. നോക്കിയിട്ട് അതിൻ്റെ പേരും അതിൻ്റെ ഫോമുലയും അതോടൊപ്പം തന്നെ അതിൻ്റെ കളറും അതിൻ്റെ നേച്ചറും ഒക്കെ ഒന്ന് പഠിക്കണം. ഒന്ന് പോയി നോക്കുക കേട്ടോ. അതുപോലെ വേറൊന്ന് പൊട്ടാസ്യം ക്രോമേറ്റ്, മഞ്ഞ കളറാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓറഞ്ച് കളറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിറം വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയുമോ? കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറിന് കാരണം എന്ത്? ഫെറസ് സൾഫേറ്റിൻ്റെ ഗ്രീൻ കളറിന് കാരണം എന്ത്? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വയലറ്റ് കളറിന് കാരണം എന്ത്? എന്തുകൊണ്ടാണ് ഈ കോമ്പൗണ്ട്സിന് കളർ വരുന്നതെന്ന് വളരെ നന്നായിട്ട് നമ്മൾ +2 പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഈ കോമ്പൗണ്ട്സിൽ, ഈ മോളിക്യൂൾസിൽ, ഈ സംയുക്തങ്ങളിലൊക്കെ എന്തുണ്ട്? ട്രാൻസിഷൻ മെറ്റൽ അയോണുകളുണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ അയോണുകൾ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ കളർ ഡെവലപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ചില കോമ്പൗണ്ട്സിന് കളർ വരുന്നതെന്ന് ചോദിച്ചാൽ എല്ലാറ്റിനും പറയാൻ കഴിയില്ല. എല്ലാ കോമ്പൗണ്ടിൻ്റെയും കളർ ഫോർമേഷൻ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടായിരിക്കുമോ? അല്ല. എല്ലാ കോമ്പൗണ്ട്സിലും ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. പക്ഷേ ചില കോമ്പൗണ്ട്സിന് കളറിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. അതിലെന്തുണ്ട്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഗിവിങ് കളർ ടു സെർട്ടൺ മെറ്റീരിയൽസ്. ചില മെറ്റീരിയൽസിന്, ചില വസ്തുക്കൾക്ക് കളർ കൊടുക്കുന്നതിന് ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അഥവാ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് ഉപയോഗിക്കാം. കാരണം അവയ്ക്ക് എന്തുണ്ട്? കളറുണ്ട്. ഇപ്പോൾ കൊബാൾട്ട് നൈട്രേറ്റിന് കളർ ഉള്ളതുകൊണ്ട് കൊബാൾട്ട് നൈട്രേറ്റിന് ഏതെങ്കിലും കളർ കൊടുക്കാൻ ഉപയോഗിക്കാം അല്ലേ? അതുപോലെ കോപ്പർ സൾഫേറ്റിന് കളറുണ്ട്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് വേറെ ഏതെങ്കിലും മെറ്റീരിയലിന് കളർ കൊടുക്കാൻ ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ കളർ കാണുന്നത് ഏതിലാണെന്ന് പറയാൻ പറ്റുമോ? ഗ്ലാസ്സുകളിലാണ് അല്ലേ? വ്യത്യസ്തങ്ങളായ കളറുകൾ ഗ്ലാസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ ഗ്ലാസ്സിന് കളർ കൊടുക്കുന്നതിൽ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഓയിൽ പെയിൻറ്റിങ്സ് ഇല്ലേ? നമ്മൾ ഓയിൽ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഓയിൽ പെയിൻറ്റിങ്സ്. ആ ഓയിൽ പെയിൻറ്റിങ്സിൽ പെയിൻറ്റിന് കളർ കൊടുക്കുന്നതിൽ ഡി ബ്ലോക്ക് എലമെൻസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ബ്ലൂ, വയലറ്റ്, റോസ്, യെല്ലോ തുടങ്ങിയ ഡിഫറെൻറ്റ് കളേഴ്സ് ഓയിൽ പെയിൻറ്റ്സിൽ ഉണ്ടാക്കുന്നത്. ഈ കളേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഡി ബ്ലോക്ക് എലമെൻസിന് സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുക. ദർ ഇസ് എൻ ഇൻഫ്ലുവൻസ് ടു ഡെവലപ്പ് കളർ ഇൻ ദീസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. നല്ല രസമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ധാരാളം മെറ്റൽ കോമ്പൗണ്ട്സ്, ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അവ കളർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ. പിന്നെ വേറൊരു രസകരമായ കാര്യം, നമ്മൾ ഈ ഫയർ വർക്ക്സ് ഉണ്ടാകുന്ന സമയത്ത്, പൂരങ്ങൾ, തൃശ്ശൂർ പൂരത്തിനൊക്കെ കണ്ടിട്ടില്ലേ? ആകാശത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പൊട്ടുന്ന പടക്കങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഫയർ വർക്ക്സിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാബിൽ, നമ്മൾ ലബോറട്ടറിയിൽ, ഹയർ സെക്കൻഡറിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഹയർ സെക്കൻഡറിക്കും ഡിഗ്രിക്കൊക്കെ ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഈ കളേർഡ് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഓക്കെ, ദാറ്റ്സ് ഓവർ. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിനകം തന്നെ നമ്മൾ എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഡി ബ്ലോക്കിൻ്റെയും എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ആകെ അവശേഷിക്കുന്നത് ദ ബാലൻസ് ഈസ് ഓൺലി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, എവിടെയാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് നോക്കൂ. പീരിയോഡിക് ടേബിളിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദ എലമെൻറ്റ്സ് കമ്മിങ് ആഫ്റ്റർ ലെന്താനം ആൻഡ് ആക്ടീനിയം ആൻഡ് ആർ പ്ലേസ്ഡ് ഇൻ 2 rows അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ലെന്താനം, ആക്ടീനിയം 2 ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. കണ്ടല്ലോ, നോക്കിയാൽ കാണാൻ പറ്റും. ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ നോക്കൂ. നോക്കൂ, എവിടെ ആദ്യത്തത് സ്കാൻഡിയം, അതിൻ്റെ താഴെ ഈട്രിയം, പിന്നെ ലെന്താനം, അതിന് താഴെ ആക്ടീനിയം. അപ്പോൾ സ്കാൻഡിയം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്? ഈട്രിയത്തിൻ്റെ തൊട്ട് താഴെ ലെന്താനം കഴിഞ്ഞ് 14 എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതാണ്
4F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. താഴേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. എന്തിനായിരിക്കും താഴേക്ക് മാറ്റിയിട്ടെന്നറിയോ? പീരിയോഡിക് ടേബിളിൻ്റെ നീളം കുറയ്ക്കാനാ. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ വളരെ നീണ്ടു പോകും. അപ്പോൾ അത്രയും വലിയൊരു പീരിയോഡിക് ടേബിൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് താഴേക്ക് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ലന്താനം കഴിഞ്ഞ് 14 എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ആക്ടീനിയം കഴിഞ്ഞിട്ടും 14 എലമെൻറ്റ്സ് 14 മൂലകങ്ങൾ വരുന്നുണ്ട്. ലാന്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നൊക്കെയാണ് ഇവരുടെ പേര്. ഇനി നോക്കിയേ, ലാസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദീസ് എലമെൻറ്റ്സ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ കണ്ടത് 4S കഴിഞ്ഞ് 3Dയിലേക്ക് പോയി. ആ 3Dയെ പേരിട്ടത് എങ്ങനെയായിരുന്നു? പെനൾട്ടിമേറ്റ് ഷെൽ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ല് S ആയിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള പെനൾട്ടിമേറ്റ് D ആയിരിക്കും. പക്ഷേ അതിൻ്റെയും ഉള്ളിൽ വരുന്ന സബ് ഷെല്ലിനെയാണ് നമ്മൾ ആൻറ്റി പെനൾട്ടിമേറ്റ് സബ് ഷെല്ല് എന്ന് പറയുക. അപ്പോൾ ആ ആൻറ്റി പെനൾട്ടിമേറ്റ് സബ് ഷെല്ല് F സബ് ഷെല്ലാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ലന്താനം കഴിഞ്ഞ ആദ്യം വരുന്ന ഒരു എലമെൻറ്റിൻ്റെ F ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 6S എന്ന് വരും. അതിൻ്റെ തൊട്ടുള്ളിലാണ് പെനൾട്ടിമേറ്റ് ഏത്? 5D. അതിൻ്റെ ഉള്ളിലാണ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഏത്? 4F. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ആദ്യത്തെ റോയിലെ എലമെൻസിൻ്റെ പേര് ലാന്തനോയിഡ്സ് എന്നാണ്. സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ പേര് ആക്ടിനോയിഡ്സ് എന്നാണ്. ലന്താനം കഴിഞ്ഞ് വരുന്ന 14 മൂലകങ്ങളുടെ പേര് ലാന്തനോയിഡ്സ്. ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 മൂലകങ്ങളുടെ പേര് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സിനെ ലാന്തനൈഡ്സ് എന്നും പറയും, ആക്ടിനോയിഡ്സിനെ ആക്ടിനൈഡ്സ് എന്നും പറയാറുണ്ട്. ശ്രദ്ധിക്കുക. ഇത് ഏത് പീരീഡിലാണെന്ന് പറയാൻ പറ്റുമോ? ഇത് താഴേക്ക് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ശരിക്കും അവർ ഏത് പീരീഡിലാണ്? ലാന്തനോയിഡ്സ് 6th പീരീഡിലാണ് വരുന്നത്. അതുപോലെ ആക്ടിനോയിഡ്സോ 7th പീരീഡിലാണ് വരുന്നത്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവസാനത്തെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് F സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണല്ലോ F ബ്ലോക്ക് എന്ന് പേരിട്ടിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി നമുക്ക് F ബ്ലോക്ക് എലമെൻസിൻ്റെ ചില സവിശേഷതകൾ നോക്കാം. F ബ്ലോക്ക് എലമെൻസിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ലൈക്ക് ദ D ബ്ലോക്ക് എലമെൻറ്റ്സ് മോസ്റ്റ് ഓഫ് ദീസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? D ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഇവിടെ F ഇലക്ട്രോൺസും കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ റേഡിയേഷൻസിനെ പുറന്തള്ളുന്ന, ഉത്സർജിക്കുന്ന, എമിറ്റ് ചെയ്യുന്ന എലമെൻസിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുക. ഏറ്റവും നല്ല എക്സാമ്പിൾ റേഡിയം, അതുപോലെ യുറേനിയം, പ്ലൂട്ടോണിയം, അങ്ങനെ ധാരാളം എലമെൻറ്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ഹെൻറി ബെക്കറിൽ, റേഡിയം എന്ന എലമെൻറ്റ് കണ്ടുപിടിച്ച മാഡം ക്യൂറി, ഇവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർത്തിരിക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. എന്താ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? കൃത്രിമ മൂലകങ്ങളാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്. റേഡിയോ ആക്റ്റീവ് ആണ്, അതോടൊപ്പം തന്നെ മനുഷ്യനുണ്ടാക്കിയതാണ്. യുറേനിയത്തിനൊക്കെ ശേഷം വരുന്ന എലമെൻറ്റ്സ് മിക്കവരെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് ഓർ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് എന്നൊക്കെ അവയെ പറയും. അതാണ് ആക്ടിനോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഇതൊക്കെ എവിടെ ഉപയോഗിക്കുന്നറിയോ? ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആണവ നിലയങ്ങളിൽ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ആണ് ഏതൊക്കെ? യുറേനിയവും, തോറിയവും, പ്ലൂട്ടോണിയവും. പിന്നെ മെനി ഓഫ് ദം ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രി പെട്രോ കെമിക്കൽസ് ആണല്ലോ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ കെമിക്കൽസും പെട്രോ കെമിക്കൽസ് ആണ്. ബെൻസീൻ, നാഫ്തലീൻ, ആന്ത്രസീൻ, ഫിനാൻഡ്രീൻ, ധാരാളം കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമുക്ക് പല ഉൽപ്പന്നങ്ങളായിട്ടും, മെഡിസിൻ ആയിട്ടും, പ്ലാസ്റ്റിക്സ് ആയിട്ടും, പോളിമേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ, ഡീസൽ, കെറസിൻ ഓയിൽ, വാക്സ്, അസ്ഫാൾട്ട്, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് വരുന്നുണ്ട്, കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ കോമ്പൗണ്ട്സ്, എസ്റ്റർ, ആൽക്കഹോൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഫിനോള്. അപ്പോൾ ഈ ഇൻഡസ്ട്രി, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റുകളായിട്ടാണ് ഈ F ബ്ലോക്ക് എലമെൻറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സും ഉണ്ട് കേട്ടോ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സും ധാരാളം കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ, കോൺടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹേബർ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഹൈഡ്രജനേഷൻ നടത്തുന്ന സമയത്ത് നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ. അപ്പോൾ അതുപോലെ ധാരാളം F ബ്ലോക്ക് എലമെൻറ്റ്സും കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉൾപ്രേരകം എന്ന് പറയും. ഡെഫിനിഷൻ എന്താണ്? ഉൾപ്രേരകത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുക. രാസമാറ്റം വരാതെ രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്ന വസ്തുക്കളെയാണ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയുക, ഉൾപ്രേരകങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ബ്ലോക്ക് എലമെൻറ്റ്സിൽ പല എലമെൻറ്റ്സും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
കേരളത്തിൻ്റെ മിനറൽ വെൽത്ത് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ധാരാളം എലമെന്റ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത് ശരിക്കും കെമിസ്ട്രിയുടെ ഒരു ബേസിക് ചാപ്റ്ററാണ്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കെമിസ്ട്രി പഠിക്കുന്ന കാലം മുഴുവൻ പീരിയോഡിക് ടേബിൾ, എലമെന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ എലമെന്റ്സിൻ്റെ പ്രോപ്പർട്ടീസ്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എങ്ങനെയാണ് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത്, അയോൺസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഒരു കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചു വെക്കുക. സോ യു ലവ് കെമിസ്ട്രി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ്. സോ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് സം ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. Subscribe the channel SPCL Bond. Thank you.